വാശി പിടിക്കുവാനും വാദിച്ചു ജയിക്കുവാനുമുള്ള ഒരായുധമല്ല ദേഷ്യമെന്ന വികാരമെന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുക. അതിലപ്പുറം നമുക്കിഷ്ടമില്ലാത്ത ഒരു കാര്യത്തോടുള്ള ഒരു പ്രതിഷേധം മാത്രമാവണം ദേഷ്യമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ദേഷ്യമെന്ന് പറയുന്ന വികാരത്തെ നമ്മൾ പൂട്ടിവെക്കേണ്ടതൊന്നുമില്ല. അത് പ്രകടിപ്പിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങ് പ്രകടിപ്പിച്ചേക്കണം. ഉള്ളിൽ ഒരു ദേഷ്യവും ആരോടും സൂക്ഷിക്കേണ്ടതില്ല. പക്ഷെ അത് പ്രകടിപ്പിക്കുമ്പോൾ എങ്ങനെ പ്രകടിപ്പിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. ജീവിതത്തിൽ ഒരുപാട് വട്ടം നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്, നമ്മൾ ആരോടും ദേഷ്യപ്പെടാൻ പാടില്ല, ഇല്ലേ? അതുപോലെ തന്നെ നമ്മുടെ മനസാക്ഷിയോട് നമ്മളൊരു കാര്യം പറയാറുണ്ട്, എൻ്റെ ദേഷ്യം എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ജീവിതത്തിൽ ദേഷ്യം എന്ന് പറയുന്നത് അത്ര വലിയ പ്രശ്നക്കാരനാണോ? മൊത്തത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ദേഷ്യം കുറച്ച് പ്രശ്നക്കാരനാണ്, അല്ലേ? ചെറിയ ദേഷ്യപ്രകടനങ്ങളൊക്കെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ ദേഷ്യമെന്ന് പറയുന്നത് അത്ര നിസ്സാരനായിട്ടുള്ള ഒരു കാര്യമല്ല. ദേഷ്യം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റണം, തീർച്ചയായിട്ടും, അല്ലേ? ഇല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് കുടുംബജീവിതത്തിലായാലും സാമൂഹ്യ ജീവിതത്തിലായാലും മറ്റ് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലൊക്കെ ആയാലും കുറച്ച് ദേഷ്യമൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റണം, അല്ലേ? അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ എനിക്കിവിടെ പറയാനുള്ളത് ദേഷ്യത്തിൻ്റെ മറ്റൊരു വശത്തെക്കുറിച്ചാണ്. ദേഷ്യം അങ്ങനെ മോശം സ്വഭാവമാണെന്നൊന്നും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് വികാരങ്ങളുണ്ട്, അല്ലേ? ഈ സ്നേഹവും അതുപോലെ തന്നെ വെറുപ്പും പകയും അതുപോലെ തന്നെ കാരുണ്യം, ദയ, ഇങ്ങനെയുള്ള കുറേ വികാരങ്ങൾ മനുഷ്യനില്ലേ? ആ കൂട്ടത്തിൽ ഒന്ന് മാത്രമാണ് ദേഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ദേഷ്യം എന്ന് പറയുന്ന വികാരത്തെ ജീവിതത്തിൽ നിന്ന് അപ്പാടെ അങ്ങ് മാറ്റി എഴുതണം എന്നൊക്കെ പറയുന്നത് വലിയ മണ്ടത്തരമാണ്. കാരണം എല്ലാ വികാരങ്ങളും ഒരു മനുഷ്യ ജീവിതത്തിന് ആവശ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്നേഹം പോലെ തന്നെയാണ് ദേഷ്യവും. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം? നമ്മൾ ദേഷ്യപ്പെടുന്നൊന്നുമല്ല നമ്മുടെ പ്രശ്നം. ദേഷ്യത്തെ കൈകാര്യം ചെയ്യാൻ നമുക്ക് അറിയില്ല എന്നുള്ളതാണ് പ്രശ്നം, ശരിയല്ലേ? ദേഷ്യത്തെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഇടങ്ങളിലൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ കുട്ടികൾ കുരുത്തക്കേടൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ വഴക്കിടാറില്ലേ എന്ന് കരുതി കുട്ടികൾ തിരിച്ചു വഴക്കുണ്ടാക്കിയിട്ട് നമ്മളോട് വെറുപ്പൊക്കെ സൂക്ഷിച്ച് ജീവിക്കുന്നുണ്ടോ? അതെന്തുകൊണ്ടാണ്? കാരണം അവർക്കറിയാം ദേഷ്യപ്പെട്ടത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന്, സ്നേഹം കൊണ്ടാണെന്ന്. ആ തിരിച്ചറിവ് അവർക്കുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ദേഷ്യത്തെ കൈകാര്യം ചെയ്ത രീതിയും അങ്ങനെ തന്നെയാണ്. നമ്മളങ്ങനെ വലിയ വഴക്കൊന്നും വെറുപ്പോടു കൂടിയൊന്നും അല്ല കുട്ടികളോട് ദേഷ്യപ്പെടാറുള്ളത്. സ്നേഹം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവർക്ക് അത് ഫീൽ ചെയ്യാത്തത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കുട്ടികൾ നല്ല മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ മുറ്റമൊക്കെ വഴുക്കായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. കുട്ടികളോട് നമ്മൾ കളിക്കരുതെന്നൊക്കെ പറഞ്ഞാലും കുട്ടികൾ പോയി കളിക്കും, വീണ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യാറുള്ളത്? പോയിട്ട് എടുക്കാറല്ല, ആദ്യം ഒരു അടി കൊടുക്കും, അല്ലേ? അതിനുശേഷമാണ് കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ നോക്കുക. കാരണം അതിന് മറ്റൊരു സൈക്കോളജി ഉണ്ട്. എന്താണ്? അത് സങ്കടമാണ്, അല്ലേ? കുട്ടി വീണതിൻ്റെ സങ്കടമുണ്ട്. അപ്പോൾ സങ്കടങ്ങളും ദേഷ്യങ്ങളിലേക്ക് വഴിമാറുമെന്നുള്ളതാണ്. അപ്പോൾ ദേഷ്യങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെയൊക്കെ ലൈഫിലുണ്ട്. ഒരു കമ്പനിയിൽ നിങ്ങളൊരു ജോലി ചെയ്യുമ്പോൾ മേലധികാരി നിങ്ങളോട് വഴക്കിടാറില്ലേ? അതെന്തുകൊണ്ടാണ്? നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണോ? അതൊന്നുമല്ല. അവരുടെ കമ്പനി മികച്ച രീതിയിൽ മുന്നോട്ട് പോകണം, അതിന് അവിടെയുള്ള സ്റ്റാഫുകൾ ഏറ്റവും ഭംഗിയായിട്ട് ജോലി ചെയ്യേണ്ടതുണ്ട്. അത് അവനവൻ്റെ സ്വാർത്ഥമായിട്ടുള്ള ചില ഇഷ്ടങ്ങളുടെ പിൻബലത്തിലാണ് വഴക്ക് കൂടുന്നത് അവിടെയുള്ള സ്റ്റാഫുകളോട്, അല്ലേ? അല്ലാതെ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. നിങ്ങൾക്ക് ശമ്പളം തരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ജോലി ചെയ്യുക എന്നൊരു വാണിംഗ് കൂടിയാണ്. അത് പക്ഷേ അതത്ര നല്ല സ്വഭാവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മേലധികാരിയോട് ഒരുപാട് സ്നേഹത്തോടെ പെരുമാറുന്ന ഒരുപാട് സ്റ്റാഫുകളുണ്ട്. അതിൻ്റെ കാരണം മേലധികാരികൾ നല്ല രീതിയിൽ സ്നേഹത്തോടെ സ്റ്റാഫുകളോട് പെരുമാറുന്നത് കൊണ്ടാണ്. അവർ ഔദാര്യം പറ്റിയിട്ട് കമ്പനിയിൽ വന്നതല്ല, ഞാൻ വിളിച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വന്നതാണെന്ന തിരിച്ചറിവോടുകൂടി നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ? ദേഷ്യപ്പെടുന്നതല്ല നമ്മുടെയൊന്നും ജീവിതത്തിലെ പ്രശ്നം. ദേഷ്യങ്ങളൊക്കെ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രകടിപ്പിക്കാനുള്ള വികാരം തന്നെയാണ് ദേഷ്യം. പക്ഷേ ദേഷ്യം എങ്ങനെ പ്രകടിപ്പിക്കുന്നു അതിന് വലിയ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാതെ, മറ്റുള്ളവരുടെ മനസ്സിനെ നോക്കിക്കണ്ടുകൊണ്ട്, അവരുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് ദേഷ്യപ്പെടാൻ നമുക്ക് കഴിഞ്ഞാൽ കുറേയൊക്കെ ആ ദേഷ്യപ്പെടലിന് ഒരർത്ഥമുണ്ടാവും. പക്ഷേ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെയല്ല സംഭവിക്കാറുള്ളത് എന്നതാണ് വസ്തുത. ഒരു അധ്യാപകൻ കുട്ടികളോട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ കുട്ടികൾ നന്നാവാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും
എങ്ങനെ ദേഷ്യപ്പെടുന്നു എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ള വിഷയം തന്നെയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. നമ്മൾ എന്താ വേണ്ടതെന്നറിയോ? ദേഷ്യം എന്ന് പറയുന്നത് അത് പ്രകടിപ്പിക്കാനുള്ളത് തന്നെയാണ് എന്ന് പറയുമ്പോഴും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊന്നും നമ്മൾ വഴക്കിടാതിരിക്കുക, ദേഷ്യപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയ വഴക്കായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക. അതിങ്ങനെ വീർത്ത് 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 വലിയ ആറ്റം ബോംബ് പോലെയൊക്കെയായി പൊട്ടിത്തെറിച്ച് വലിയ വിഷയങ്ങളുണ്ടായി ആഴ്ചകളോളം മിണ്ടാതിരിക്കുന്ന ദമ്പതിമാരുണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ. അതുകൊണ്ട് അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വിഷയങ്ങളൊന്നും വലിയ വഴക്കുകളിലേക്ക് തള്ളിയിടാതിരിക്കുക. ചിലപ്പോൾ നമ്മുടെ കുട്ടികൾ വീട്ടിലുള്ള ഏതെങ്കിലും സാധനം തട്ടി താഴെയിട്ട് പൊട്ടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഭർത്താവ് അവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ ഭാര്യ വന്നിട്ട് പറയും, നിങ്ങൾ കണ്ണ് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭാര്യ ഭർത്താവിൻ്റെ തലയിൽ കയറും. ഈ സാധനം നീയല്ലേ കൊണ്ട് ഇവിടെ വച്ചത് എന്ന് പറഞ്ഞ് ഭർത്താവ് ഭാര്യയുടെ തലയിലും കയറും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടി ഒടുവിൽ അത് വലിയ വഴക്കുകളിലേക്ക് അത് കൺവേർട്ട് ചെയ്യപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും ചെറിയ വിഷയമാണ്. കുട്ടികളായി കഴിഞ്ഞാൽ തട്ടും മുട്ടും പൊട്ടും അങ്ങനെയൊക്കെ സംഭവിക്കും. ആ സമയത്ത് അതൊന്ന് ക്ലീൻ ചെയ്ത് പരിപാടി കഴിഞ്ഞാൽ അതവിടെ അവസാനിച്ചു. സ്വാഭാവികമായിട്ടൊരു കാര്യമാണ് വീട്ടിൽ നടന്നത്. പക്ഷേ ചെറിയ ചെറിയ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളിൽ വഴക്കിട്ട് ദേഷ്യപ്പെട്ട് കാര്യങ്ങളെ വഷളാക്കുന്ന പതിവാണ് നമുക്ക് പലപ്പോഴും ഉള്ളത്. ഇവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞതിൻ്റെ പ്രസക്തിയുള്ളത്. ദേഷ്യം വരുമ്പോൾ അത് മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിക്കണം. എങ്ങനെ ദേഷ്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൊട്ടിത്തെറിച്ച് വഴക്ക് കൂടി ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. പക്വതയോടെ കാര്യങ്ങളെ സമീപിക്കുവാനും പക്വതയോടെ കാര്യങ്ങൾ ചെയ്യുവാനും നമുക്ക് സാധിക്കണ്ടേ. വെറുതെ ആവശ്യമില്ലാതെ വഴക്കിട്ടിട്ട് ആവശ്യമില്ലാതെ ദേഷ്യപ്പെട്ടിട്ട് അവിടെ ഒരു ഇമ്പാക്റ്റും ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ചെറിയ കാര്യങ്ങളിലൊന്നും നമ്മൾ വഴക്കിടാതിരിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വഴക്ക് കൂടുമ്പോൾ അല്ലെങ്കിൽ വഴക്കിലേക്ക് കടന്നു പോകുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ്. വാക്കുകൾക്ക് ലൈസൻസ് ഉണ്ടാവണം, ഒരു നിയന്ത്രണ രേഖയൊക്കെ ഉണ്ടാവണം. മനസ്സിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞാൽ പിന്നീട് നമുക്കത് മായ്ച്ചു കളയാൻ പറ്റില്ല, അതവിടെ കിടക്കും. ചില വാക്കുകൾ വല്ലാതെ മുറിവേൽപ്പിക്കും നമ്മുടെ മുന്നിലുള്ള ആളുകൾക്ക്. അതുകൊണ്ട് വഴക്ക് കൂടുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും വാചകങ്ങളും വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. വഴക്കൊക്കെ കൂടുമ്പോൾ നല്ല വാക്കുകളൊക്കെ ഉപയോഗിക്കുക, നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുക. അതിലപ്പുറം പറഞ്ഞ് സംസാരങ്ങൾ വഷളാക്കി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അതിലിട്ട് അനാവശ്യമായ വാക്കുകൾ ഉപയോഗിച്ച് കൂടുതൽ വഷളാക്കാതിരിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ഥലകാലബോധമില്ലാതെ സംസാരിക്കുക, ദേഷ്യപ്പെടുക എന്നുള്ളതാണ്. അതായത് നമ്മൾ എവിടെ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നൊരു ബോധം നമുക്കുണ്ടായിരിക്കണം. ചിലപ്പോൾ ഒരു പബ്ലിക് സ്പേസ് ആയിരിക്കും, അല്ലെങ്കിൽ ഓഫീസ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥലമായിരിക്കാം. അവിടെ ഒരുപാട് ആളുകൾ ചുറ്റും കൂടി നിൽക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ വഴക്ക് കൂടി സ്വന്തം വ്യക്തിത്വത്തെ വികൃതമാക്കരുത്. കാരണം ചില ആളുകൾ ദേഷ്യപ്പെടുമ്പോൾ ചുറ്റുമുള്ള ആളുകളെ ഒന്നും കാണില്ല. താൻ എന്താണോ പറയുന്നത് അത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി സംസാരിച്ചു കൊണ്ടേയിരിക്കും. അത് കൂടുതൽ നമ്മുടെ വ്യക്തിത്വത്തെ വികൃതമാക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. അതുകൊണ്ട് ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ എവിടെയാണ് ഉള്ളത് എന്ന ഒരു ബോധമെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ചുറ്റുമുള്ള ആളുകളെക്കുറിച്ച് ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം. അതുപോലെ ഇതിൻ്റെ കൂടെ പറയാനുള്ള മറ്റൊരു കാര്യം, ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനമൊക്കെ എറിഞ്ഞു പൊട്ടിക്കുന്ന ഒരു സ്വഭാവം പൊതുവെ ചില ആളുകൾക്കെങ്കിലും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല വില കൂടിയ സാധനമൊക്കെ ആയിരിക്കും, ആ ദേഷ്യത്തിൻ്റെ പുറത്തായിരിക്കും ചിലപ്പോൾ എറിഞ്ഞു പൊളിക്കുന്നുണ്ടാവുക. പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴായിരിക്കും അത് വേണ്ടായിരുന്നു എന്ന് പിന്നീട് ആലോചിക്കേണ്ടി വരിക. പിന്നീട് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വേറെ പൈസ നമുക്ക് ഉണ്ടാക്കേണ്ടി വരും, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള സ്വഭാവം തീർച്ചയായിട്ടും നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു വൈകല്യമാണ് എന്ന് സ്വയം തിരിച്ചറിയുക. സ്വയം ഒരു ആത്മനിയന്ത്രണം കണ്ടെത്തുക എന്നുള്ളതാണ് അവിടെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ മറ്റൊന്ന് പറയാനുള്ളത്, ഇതിൻ്റെ കൂടെ തന്നെ മറ്റൊന്ന് പറയാനുള്ളത്, ഒരു വഴക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നിയന്ത്രണം നഷ്ടപ്പെടുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നിശബ്ദരാവുക എന്നുള്ളതാണ്. നമ്മൾ മിണ്ടാതിരിക്കുക. ഒരാൾ മിണ്ടാതിരിക്കുമ്പോൾ മറ്റേ ആൾ ഒന്ന് ഡൗൺ ആവും. കാരണം ഇവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ അങ്ങോട്ട് സംസാരിക്കുമ്പോൾ 2 ഇങ്ങോട്ടേക്ക് സംസാരിക്കും, അപ്പോൾ 4 അങ്ങോട്ടേക്ക് സംസാരിക്കും, പിന്നെ 8 തിരിച്ചു കിട്ടും. അങ്ങനെയാണ് വഴക്കുകൾ കൂടി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഒരു വഴക്കിൻ്റെ ഒരു നിയന്ത്രണ രേഖ കടക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഒരാൾ ഒന്ന് നിശബ്ദരായി കഴിഞ്ഞാൽ തന്നെ ആ വഴക്കിൻ്റെ ആഘാതം കുറയുമെന്ന് നമ്മൾ തിരിച്ചറിയുക. ഏതായാലും 4-5 കാര്യങ്ങൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതുമായി കണക്ട് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ കടന്നു പോയിട്ടുമുണ്ടാകും, നിങ്ങളുടെയൊക്കെ ജീവിതാനുഭവങ്ങളുമായിട്ട്. അതൊക്കെ പരിശോധിച്ചുകൊണ്ട്
അതിൽ നിന്നൊക്കെ മാറ്റമുണ്ടാക്കി പുതിയ ഒരു മാറ്റങ്ങളിലേക്ക് നമ്മുടെ മാനസികമായ തലങ്ങളെ ചിന്തകളെയൊക്കെ കൊണ്ടെത്തിക്കഴിഞ്ഞാൽ ഈ ദേഷ്യം എന്ന വികാരത്തേക്ക് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ദേഷ്യം വരുമ്പോൾ ആത്മനിയന്ത്രണം പാലിക്കുക എന്ന് പറയുന്നത് അവനവൻ്റെ സ്വയം ബോധത്തിൽ നിന്ന് ഉണ്ടാവേണ്ട കാര്യമാണ്. അതങ്ങനെ പ്രത്യേകിച്ച് പഠിച്ചെടുക്കേണ്ട കാര്യമല്ല. സ്വയം തിരിച്ചറിവിൽ നിന്ന് എന്തിന് ദേഷ്യപ്പെടണം എന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, ദേഷ്യം എന്ന് പറയുന്നത് എന്താണ്? അതൊരു പ്രതികരണമാണ്, ഒരു പ്രതിഷേധമാണ്, അല്ലെ? അത് തിരിച്ചറിയുക. അതിലപ്പുറം അതിനെ വലിയ വഴക്കുകളിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാതിരിക്കുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ദേഷ്യം നിങ്ങൾക്ക് പ്രകടിപ്പിക്കാം, ആരോടും പ്രകടിപ്പിക്കാം. അവനവൻ്റെ ഉള്ളിലുള്ള പ്രതിഷേധവും പ്രതികരണവുമാണത്. പക്ഷേ അത് മറ്റുള്ളവരെ മുറിവേൽപ്പിച്ചാവരുത്, മറ്റുള്ളവരുടെ ജീവിതത്തെ നോക്കിക്കാണാതെ ആവരുത്. അതുകൊണ്ട് ആളുകളോടൊക്കെ നമുക്ക് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യാം. ദേഷ്യം എന്ന് പറയുന്ന വികാരത്തെ നമ്മൾ പൂട്ടിവെക്കേണ്ടതൊന്നുമില്ല. അത് പ്രകടിപ്പിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങ് പ്രകടിപ്പിച്ചേക്കണം. ഉള്ളിൽ ഒരു ദേഷ്യവും ആരോടും സൂക്ഷിക്കേണ്ടതില്ല. പക്ഷെ അത് പ്രകടിപ്പിക്കുമ്പോൾ എങ്ങനെ പ്രകടിപ്പിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെ കൈകാര്യം ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത്. എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്? അതായത് വലിയ പ്രശ്നങ്ങളിലേക്ക് മാറ്റാതെ നമ്മുടെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തൽ മാത്രമാക്കി അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അതായത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളോട് പറയാനുള്ളത്, വാശി പിടിക്കുവാനും വാദിച്ച് ജയിക്കുവാനുമുള്ള ഒരായുധമല്ല ദേഷ്യമെന്ന വികാരമെന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുക. അതിലപ്പുറം നമുക്കിഷ്ടമില്ലാത്ത ഒരു കാര്യത്തോടുള്ള ഒരു പ്രതിഷേധം മാത്രമാവണം ദേഷ്യമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ കുറെ കൂടി പക്വതയോടെ ആത്മനിയന്ത്രണത്തോടെ ദേഷ്യമെന്ന വികാരത്തെ നമുക്ക് കൈകാര്യം ചെയ്യാനാവും. ആ ഉയർന്ന മാനസികാവസ്ഥയും പക്വതയാർന്ന ചിന്തയും ദേഷ്യമെന്ന വികാരത്തെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും നല്ല മരുന്നാണ്. ആ തിരിച്ചറിവോടുകൂടി നമ്മൾ ജീവിക്കുക. അങ്ങനെ ആയാൽ ജീവിതത്തിലെ കുറേ വഴക്കുകൾ വലിയ പരിക്കുകളില്ലാതെ മുന്നോട്ട് പോകും. എല്ലാവർക്കും അതിന് കഴിയട്ടെ. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.